ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ആസക്തരാക്കുന്ന, നമ്മെ ദുർബലരാക്കുന്ന ചില ശീലങ്ങൾ നമുക്കുണ്ടാവാം. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ആ ശീലങ്ങൾ മലിനമാക്കും. ചില തെറ്റായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ആ ചിന്തയാൽ തോൽപ്പിക്കപ്പെട്ട അടിമയായി മാറുന്നു. പാപവിചാരത്തോടെ നടക്കുന്നവൻ പാപത്താൽ തോൽപ്പിക്കപ്പെട്ട പാപത്തിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാം തിരുവചനം പ്രഖ്യാപിക്കുന്നു: ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. സ്നേഹമുള്ളവരെ, ജഡിക ചിന്തകൾ ഓരോ മനുഷ്യരിലും ഉള്ളതാണ്. മനുഷ്യൻ പല ദുശീലങ്ങളുടെയും അടിമയായി മാറുന്നത് ജഡിക ചിന്തകൾ മനസ്സിൽ താലോലിക്കുന്നത് കൊണ്ടാണ്. ജഡിക ചിന്തകളെ ആത്മസംയമനത്തോടെ മറികടക്കുവാൻ വിശുദ്ധിയുള്ള ജീവിതവും പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയുള്ള ജീവിതം നാം നയിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മിൽ വരികയും വസിക്കുകയും നമ്മൾ ആത്മീയരായി ദൈവഭവനത്തിലെ അംഗങ്ങളായി മാറുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചനം പ്രഖ്യാപിക്കുന്നു: ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. സർവസൃഷ്ടിയായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. തിരുവചനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. ഒന്ന് ചേർന്ന് പാടാം: സർവസൃഷ്ടിയാം നാഥ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവസൃഷ്ടിതാവാം നാഥനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. നിന്നെ നമിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. എന്റെ സങ്കേതമാം യാഹേ നിന്റെ കൂടാരത്തിൽ വസിക്കും. നിൻ ചിറകിൻ കീഴിൽ നിൻ മറവിടത്തിൽ ശരണം പ്രാപിക്കും. സർവസൃഷ്ടിതാവാം നാഥനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. നിന്നെ നമിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ പറയുന്ന കർത്താവിനോട് ചേർന്ന് നമുക്ക് പറയാം: കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാവുകൾ എങ്ങനെ അങ്ങയെ സ്തുതിക്കാതിരിക്കും? അങ്ങ് എത്ര നല്ലവനാണ്, എത്ര വല്ലഭനാണ്. എന്നും മാറാത്ത ഞങ്ങളുടെ സ്നേഹിതനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിൻ പ്രവൃത്തികൾ ഓർക്കുമ്പോൾ എന്റെ നാവ് നിന്നെ സ്തുതിക്കും. നിൻ പ്രവൃത്തികൾ ഓർക്കുമ്പോൾ എന്റെ നാവ് നിന്നെ സ്തുതിക്കും. എത്ര നല്ലവൻ, എത്ര വല്ലഭൻ, എന്നും മാറാത്ത സ്നേഹിതൻ. എത്ര നല്ലവൻ, എത്ര വല്ലഭൻ, എന്നും മാറാത്ത സ്നേഹിതൻ. സർവസൃഷ്ടിതാവാം നാഥനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. നിന്നെ നമിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. അതുകൊണ്ട് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടി നമുക്ക് ആരാധിക്കാം. തപ്പിനോടും നൃത്തത്തോടും കിന്നരവും തമ്പുരവും മീട്ടി സ്തുതിക്കുവാൻ തിരുവചനം നമ്മളോട് പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ നമുക്ക് പുകഴ്ത്താം. എത്രയോ വലിയ ഒരു ദൈവം. നമുക്ക് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. തപ്പിനോടും നൃത്തത്തോടും കിന്നരം തമ്പുരു വീണയോടും. തപ്പിനോടും നൃത്തത്തോടും കിന്നരം തമ്പുരു വീണയോടും നിന്നെ സ്തുതിച്ചിടുന്നു.
നിന്നെ പുകഴ്ത്തിടുന്നു, എന്നും ആരാധിച്ചിടുന്നു. നിന്നെ സ്തുതിച്ചിടുന്നു, നിന്നെ പുകഴ്ത്തിടുന്നു, എന്നും ആരാധിച്ചിടുന്നു. സർവസൃഷ്ടിതാവാം നാഥനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. നിന്നെ നമിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. എന്റെ സങ്കേതമാം യാഹേ നിന്റെ കൂടാരത്തിൽ വസിക്കും. നിൻ ചിറകിൻ കീഴിൽ നിൻ മറവിടത്തിൽ ശരണം പ്രാപിക്കും. സർവസൃഷ്ടിതാവാം നാഥനെ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. നിന്നെ നമിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. ഇന്നേ ദിവസം സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ച ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.